ഹായ്, ഞാൻ മുസ്തഫ ജമാൽ വട്ടം. നമ്മുടെ KT ജലീൽ സാഹിബിനോട് ഒരു പാലക്കാടൻ സഖാബ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. അബ്ദുൽ മജീദ് മേപ്പറമ്പ്, ഒരു പാലക്കാട് ജില്ലക്കാരനാണ്. ജലീൽ ഖാന്റെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോയിൽ വന്നത്. ജലീൽ ഖാ, ഞാൻ ഈ മലപ്പുറം സൈഡിലുള്ള ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് അവിടെയുള്ള പള്ളികളുടെ ഖബർസ്ഥാനിൽ മീസാൻ കല്ല് വെച്ചിട്ട് പേര് എഴുതുന്ന ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട്, ഒരു രീതി കണ്ടിട്ടുണ്ട്. അത് ശരി. അപ്പൊ നിങ്ങളെ ഭാഗങ്ങളിലൊന്നുമില്ല, പാലക്കാട് ഭാഗങ്ങളിലൊന്നും ഇല്ലല്ല ഈ മീസാൻ കല്ലില് ഈ പേര് എഴുതുന്ന സ്വഭാവം. ഞങ്ങൾ എന്തിനാന്നറിയോ, മലപ്പുറത്തുള്ള ആളുകൾ എന്തിനാന്നറിയോ മീസാൻ കല്ലിൽ പേര് ചേർക്കുന്നത്? വർഷങ്ങളോളം അതവിടെ ഉണ്ടാവും. കാരണം പെറ്റ ഉമ്മയെയും ജനിപ്പിച്ച വാപ്പയെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മക്കൾക്കും തിരിച്ചറിയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് സഖാവെ അവിടെ ആ പേര് എഴുതുന്നത്. ബാക്കി കൂടി കേൾക്കാം. ഒരു കൂട്ടം വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത മൂരികളുടെ ഇടയിൽ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇവര് വെള്ളിയാഴ്ച ജുമാസ്കാരൊക്കെ കഴിഞ്ഞ് കാരണവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക് പോകുമ്പോ അവിടത്തെ KT ജലീലിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കും. ഇന്റെ പൊന്ന് സഖാവേ, അവിടെ ഇന്ന് KT ജലീൽ അവിടെ ഖബറിലുണ്ടാവില്ലല്ലോ. ഞങ്ങൾ സിന്ദാബാദ് കളിക്കാനും ഞങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കാനാ, അല്ലെ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫാത്തി ഓതാൻ പോലും അദ്ദേഹം ഖബറിൽ ഉണ്ടാവൂല സുഹൃത്തെ. കാരണം അദ്ദേഹം പോരുണ്ടാവും എങ്ങട്ട് AKGന്റെ അടുത്തേക്ക്, EMSന്റെ അടുത്തേക്ക്. കാരണം അവർ രണ്ടാളും സ്വർഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂപ്പര ആ മൈതാനത്തെ, ആ മാഷറിന്റെ മൈതാനത്ത്, അല്ലെങ്കിൽ ആ ഖബറിന്റെ ആ പള്ളിക്കാട്ടിന്റെ ഏതെങ്കിലും മൈതാനത്ത് മൂപ്പർ എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷെ അവിടെ പോയിട്ട് നമുക്ക് പിന്നാലെ പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഭീകരക്ക് സിന്ദാബാദ് വിളിക്കാനും മുദ്രാവാക്യം വിളിക്കാനും. അപ്പൊ അതൊന്നും കൂടി പറഞ്ഞു കൊടുക്കണം. ഖബറിൽ വെക്കുകയാണെങ്കിൽ ഭാഗത്ത് കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ.